ഹായ് ഹലോ നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ അനുയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അത് കണ്ടോ, ലഗേജൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. അപ്പം നമ്മളിന്നൊരു യാത്ര പോവാണ്. ബൈ റോഡാണ് പോണത്. കൊച്ചിയിൽ നിന്ന് നമ്മൾ രാമേശ്വരം പോവാണ്. അപ്പം എൻ്റെ കൂടെ വന്നോളൂ. കുറേ കാലത്തിന് ശേഷം അനുയാത്രയിൽ നമ്മളൊരു യാത്ര പോവാണ്. മിക്ക യാത്രകളും ഞാൻ ഷൂട്ട് ചെയ്യും, അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. ചിലത് ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല. ഇന്നെന്ത് നടക്കുന്നറിയില്ല. എന്തായാലും വരൂ, നമുക്ക് രാമേശ്വരം പോവാം. ഇതാണ് കേട്ടോ പാമ്പൻ പാലം. പാമ്പൻ പാലം എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ അല്ലേ. രാമേശ്വരം ആണെങ്കിലും കുറേ കഥകളും കുറേ ഹിസ്റ്ററിയും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പണ്ട് ശരിക്കും നമ്മുടെ കൊല്ലത്തുനിന്ന് ടിക്കറ്റ് എടുത്താൽ രാമേശ്വരം വന്ന് ശ്രീലങ്ക വരെ പോവായിരുന്നു എന്നാണ് പറയണത്. അപ്പം ഇതാണ് ഇവിടെ പുതിയൊരു ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നത്. അവിടെ ബ്രിഡ്ജിനുള്ള തൂണുകളൊക്കെ ഇങ്ങനെ വന്ന് പുതിയൊരു പാലം വരാൻ പോവാണ്. എനിക്ക് അങ്ങനെ കറങ്ങാനെന്നുള്ളൊരു പ്ലാനില്ല കേട്ടോ. ഞാനൊരു പ്രെയറായിട്ട് വന്നതാണ്. അപ്പം അത് കാരണം ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും നമുക്ക് ഈ യാത്രയിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച ഹോട്ടൽ. ഇത് റെസിഡൻസി ടവർ എന്ന് പറഞ്ഞിട്ട് രാമേശ്വരത്തുള്ള ഞാൻ കണ്ടതിൽ ഒരു ബെസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് എനിക്ക് തോന്നി. ഇവിടെ വന്ന് കണ്ടപ്പോഴും ഇവിടെ ഉള്ളതിൽ എനിക്ക് തോന്നുന്നു എന്തായാലും ഇത് തന്നെയായിരിക്കും ബെസ്റ്റ് വൺ എന്നുള്ളത്. അവർ നമുക്കൊരു നല്ല വെൽക്കമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഒരു ട്രഡീഷണൽ രീതിയിലുള്ളൊരു വെൽക്കം. അത് കഴിഞ്ഞ് നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്യണ സമയത്ത് ഒരു വെൽക്കം ഡ്രിങ്ക്. റൂം ഭയങ്കര നല്ല റൂമാണ് കേട്ടോ. ഭയങ്കര എന്ന് പറയാൻ പാടില്ല അല്ലേ, നല്ല റൂമാണ്. അപ്പം കയറുമ്പോൾ തന്നെ ഒരു ബാത്റൂം ഉണ്ട്. അത് കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആണ് നമുക്ക്. പക്ഷേ എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല. ഇവിടെ ഒരു സ്ഥലത്ത് പോലും ആസ്വദിച്ചിരിക്കാൻ പറ്റിയില്ല. ഒരു കൗച്ചുണ്ട്, നല്ല കബോർഡ് ഏരിയയൊക്കെ നല്ല സ്പേസ് ഉള്ളതാണ്. ബെഡ്, ഈ ഔട്ട്ഡോർ ഒരു ബാൽക്കണി പോലെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അത് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ഒരു സ്പേസ് ആയിരുന്നു. പക്ഷേ റൂമിലുണ്ടായിരുന്ന സമയത്ത് നല്ല വെയിൽ, അത് കഴിഞ്ഞ് മഴയുമായ കാരണം ഇവിടെ ഒരു 5 സെക്കൻഡ് പോലും എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. അപ്പം നല്ല റൂമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാത്തിനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതാണ് കേട്ടോ അവർ താഴെന്ന് ഇട്ട് തന്ന മാല. അപ്പം ഞാൻ റൂമിലെത്തി. ഇനി ഒന്ന് ഫ്രഷായിട്ട് അമ്പലത്തിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ മുറുക്ക്, അച്ചപ്പം, കടലമിഠായി, ഇത്രയുമാണ് സാധനങ്ങൾ. കണ്ട, അച്ചപ്പം കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഒറ്റ കൈ വെച്ച് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ ആ സാഹസം കാണിക്കുന്നു. അച്ചപ്പം, ഇതിൽ കടലമിഠായി. ഞാൻ സാധാരണ വരുമ്പോൾ പാർക്കിങ്ങിലാണ് കേട്ടോ ഇടാറ്. ഇപ്രാവശ്യം വന്നപ്പം ഒരാളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു ഹെൽപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ലോക്കൽ ഒരാളുടെ. അപ്പം അദ്ദേഹം പറഞ്ഞിട്ട് നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡായിട്ട് വഴിയിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിടുക ചെയ്തത്. എന്നിട്ട് നമ്മൾ രാമേശ്വരത്തേക്ക് ഇങ്ങനെ ഈ പോകുന്ന വഴി, അമ്പലത്തിൻ്റെ ബാക്കിൽ കൂടെ അങ്ങോട്ട് കയറി പോകുന്ന വഴിയാണിത്. ഇവിടെയാണ് ആൾക്കാരിങ്ങനെ ബലിതർപ്പണം, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നൊരു സ്ഥലം. അപ്പം ഇനി അധിക ദൂരം എനിക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാനിപ്പം ഈ കടലിൽ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ പിന്നെ നനഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല ഇതെല്ലാം കൂടെ എടുത്തിട്ട് പോകാൻ പറ്റുന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ പൊതുവേ അമ്പലങ്ങളുടെ ഉള്ളിലേക്ക് ഫോൺ അധികം കൊണ്ടുപോകാറുമില്ല. അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്ന് ടയേർഡായിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. എന്താ വെച്ചാൽ ഇത്ര ദൂരം ഡ്രൈവ് ചെയ്ത് വന്ന് അച്ഛന് ബലികർമ്മമൊക്കെ ചെയ്ത് നമ്മൾ അവിടെ കടലിൽ ഒഴുക്കി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി 22 തീർത്ഥക്കിണർ സ്നാനമൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് വന്നപ്പോഴത്തേനും നല്ലപോലെ ടയേർഡായി. നനഞ്ഞ തുണിയിട്ടിട്ട് കുറച്ച് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം ടയേർഡാവുമല്ലോ. ശരിക്ക് അവിടെ നമ്മൾ ഇട്ടിട്ട് പോയ മുങ്ങിക്കുളിച്ച് ആ ഡ്രസ്സ് അവിടെ കളഞ്ഞിട്ട് വരണം എന്നാണ് അത്രേ പറയുക. എനിക്കത് അറിയില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് അവിടെ കളഞ്ഞില്ല, ആ ഡ്രസ്സ് കയ്യിൽ തന്നെ വെച്ചു. പക്ഷെ അങ്ങനെ അവിടെ പറയുന്നുണ്ട്. ഞാൻ ഡ്രസ്സ് മാറ്റിയ സ്ഥലത്ത് ഒരുപാട് ഡ്രസ്സുകൾ കിടക്കുന്നതും കണ്ടു. അപ്പം നമ്മൾ രാവിലെ ഉറങ്ങി എണീറ്റ് നെക്സ്റ്റ് ഡേ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. ഇവരുടെ നല്ല സ്പ്രെഡാണ് ബ്രേക്ക്ഫാസ്റ്റ്. കുറേ വെറൈറ്റീസ്, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി കഴിച്ചതാണ്. ഇത്രയും കഴിച്ചോന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ഈ ഹോട്ടലൊന്ന് ചുറ്റി കറങ്ങി കണ്ടിട്ട് പതുക്കെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാം.
പോകുന്ന വഴി ഒന്ന് അമ്പലത്തിലൊന്ന് പറ്റിയാൽ കയറണം എന്നൊന്നും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് ധനുഷ്കോടി പോയിട്ട് നമ്മൾ അങ്ങനെ മടങ്ങാനാണ് കേട്ടോ പ്ലാൻ. ധനുഷ്കോടിയെ പറ്റിയിട്ട് കുറേ കേട്ടിട്ടുണ്ട്, കുറേ പുസ്തകങ്ങളിൽ എവിടേക്കോ വായിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് ധനുഷ്കോടിയെ പറ്റി അറിയുന്നത് എൻ്റെ അടുത്ത് ഒരാൾ കഥ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു, ധനുഷ്കോടിയിൽ നടക്കുന്ന സബ്ജക്റ്റാന്ന് പറഞ്ഞിട്ട്. അപ്പം അന്നാണ് അതിൻ്റെ ഒരു ഭീകരതയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രതയൊക്കെ എനിക്ക് മനസ്സിലായത്, ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു സ്പേസിൻ്റെ. അപ്പം അന്ന് മുതൽ മനസ്സിലുള്ളൊരു സ്ഥലമാണ്. രാമേശ്വരത്ത് പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിട്ടില്ല. എന്തോ ഒരു ഗോസ്റ്റ് ടൗൺ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേടിയോ എന്തോ ഒരു ധാരണയിൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചതാ നമ്മൾ ധനുഷ്കോടി എൻ്റർ ചെയ്യുന്നു. നമ്മളിങ്ങനെ ലോകത്തിൻ്റെ അവസാനത്തേക്ക് പോണ പോലെ ആട്ടോ തോന്നുക. വഴിയൊക്കെ രണ്ട് സൈഡും കടൽ, നടുക്ക് നമ്മളങ്ങനെ പോകുന്ന പോലെ നമുക്ക് അതാണെന്ന് തോന്നുന്നു, ആ റോഡാന്ന് തോന്നുന്നു. ഭയങ്കര വിജനമായിട്ടുള്ള റോഡ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, വണ്ടികളൊന്നുമില്ല. രണ്ട് സൈഡും ഇങ്ങനെ കുറച്ച്, ഇപ്പം എനിക്ക് തോന്നുന്നു ആളുകൾ പറഞ്ഞ അത്ര ഒരു ഭീകരതയൊന്നും ഇല്ല. ഇങ്ങനെ ഈ കടലിൻ്റെ ശബ്ദം കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ. എനിക്ക് കടലിൽ ഇഷ്ടമുള്ള ഒരു സാധനം അതിൻ്റെ ഈ ശബ്ദവും തിരകളുമാണ്. എല്ലാവർക്കും അതെ. പക്ഷേ ഈ വെയിൽ സഹിക്കാൻ പറ്റില്ല, ഭീകര ചൂടായിരുന്നു. ഇവിടെ കുറേ ഇങ്ങനെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഇങ്ങനെ ഷെല്ലിൻ്റെ സാധനങ്ങളും, അറിയാലോ നമുക്ക് ഇങ്ങനത്തെ ഒരു ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ പെറുക്കി വാങ്ങാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ പണ്ട് പറഞ്ഞ പോലത്തെ ഒരു ഗോസ്റ്റ് ടൗൺ ഫീലൊന്നും എനിക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തോന്നിയില്ല. നല്ല ക്രൗഡഡ് ആയിരുന്നു. ഇത് മാത്രമാണ് ഞാൻ അവിടുന്ന് മേടിച്ചത്, വേറെ ഒന്നും മേടിച്ചിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ തിരിച്ചു പോരുന്ന സമയത്ത് ഇവിടുത്തെ എല്ലാവരും ഈ ഗോസ്റ്റ് ടൗൺ അല്ലെങ്കിൽ ധനുഷ്കോടി എന്ന് പറയുമ്പം പറയുന്ന ഒരു ചേർച്ച് ഉണ്ട്. അവിടെയാണ് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് കേട്ടോ. ആ ചേർച്ച് കാണണമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തപ്പി കണ്ടതാണ്. അതിപ്പോൾ ശരിക്കും ഈ കടകളൊക്കെ മുന്നിൽ വന്ന് നിറഞ്ഞിട്ട് അത് പെട്ടെന്ന് കാണില്ല. എനിക്കറിയാത്തതുകൊണ്ടായിരിക്കും. അപ്പം അങ്ങനെ അത് നോക്കി പിടിച്ച് ആ ചേർച്ചിലേക്ക് പോയതാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഭീകരതയും ആ ഒരു ഭയങ്കര അവസ്ഥയൊക്കെ തോന്നും കേട്ടോ. അത് അങ്ങനെ ഭയങ്കര ഒരു സൈലൻസോ അങ്ങനെയൊന്നും അല്ല. ഇതിനകത്ത് ഒരു സൈലൻസ് ഉണ്ട്, പക്ഷെ ചുറ്റും കടകളിലൊക്കെ ഭയങ്കര കലപിലയാണ്. പക്ഷെ എന്നാൽ തന്നെയും ഇതിനകത്ത് ചെല്ലുന്ന സമയത്ത് നമുക്ക് ആ തകർച്ചയുടെയും ആ പെയിനിൻ്റെയും അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ സങ്കടമോ അലർച്ചയോ കരച്ചിലോ എന്തൊക്കെയോ ഇങ്ങനെ കേൾക്കുന്ന പോലെ തോന്നും. അതിനി ഞാൻ ആലോചിച്ച് കൂട്ടുന്ന ഒരാളായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ സ്ഥലത്തിനൊരു ഇമോഷനും ഒരു പെയിനും ഒരു അലർച്ചയും കരച്ചിലും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സ്ഥലത്തിന്. ഇത് കാണുമ്പം നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ കല്ലുകളൊക്കെ ആണെങ്കിലും സാധാരണ കാണാത്ത പണ്ടത്തെ കാലത്ത്, എനിക്കറിയില്ല ഇതാണോ ചുണ്ണാമ്പ് കല്ലുകൾ എന്നൊക്കെ പറയുന്നത്, ഇത് എൻ്റെ തോന്നലാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ആ പഴയ കാലത്തെ കല്ലുകൾ അല്ലെങ്കിൽ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന കല്ലുകൾ എന്നൊക്കെ പോലത്തെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പലതരം ഇമോഷൻസ് ആയിരുന്നു ഇവിടെ നിൽക്കുന്ന സമയത്ത്. ഇതിൽ ഓരോ ആളുകളുടെയും കരച്ചിലും സങ്കടവും അലർച്ചയും വേദനയും ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നുമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് നേരെ മടങ്ങണ വഴി ഇവിടെ അബ്ദുൽ കലാം സാറുടെ വീടുണ്ട്. സാറുടെ വീടും ഒന്ന് കണ്ടിട്ട് നമുക്ക് നാട്ടിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ വീടിൻ്റെ ഉള്ളൊന്നും കൊണ്ടുപോയി കാണിക്കുന്നില്ല, അത് നിങ്ങൾ തന്നെ പോയി കണ്ടോളൂ. അങ്ങനെ സാറിൻ്റെ വീട് ഇവിടെ അടുത്താണ്. രാമേശ്വരത്തിൻ്റെയും ധനുഷ്കോടിൻ്റെയും ഇടയിലുള്ള ഒരു സ്പേസിലാണ് സാറുടെ വീട്. എക്സാക്ട് സ്ഥലം എനിക്കറിയില്ല, ഗൂഗിളിൽ തപ്പിയാൽ അത് കറക്റ്റായിട്ടുണ്ട് GPS-ൽ. ഞാൻ GPS ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാറുടെ വീട്ടിൽ പോയി അത് കണ്ടു. അവിടുന്ന് ഇനി തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് നേരെ മടങ്ങുന്നു. എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ട് ഈ അനുയാത്രയിലെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ചെയ്യുകയാണ്. എനിക്ക് തന്നെ അറിയാം ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് എന്നുള്ളത്, പക്ഷെ എന്നാലും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു.